തുലുക്കനാച്ചിയാർ ദക്ഷിണേന്ത്യൻ ഭക്തി സാഹിത്യത്തിലും ദേവാലയ ചരിത്രത്തിലും ഏറെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇത്. തുലുക്കൻ എന്ന പദം പുരാതന തമിഴ് മലയാള സംസ്കാരത്തിൽ മുസ്ലിം സമൂഹത്തെ സൂചിപ്പിക്കുന്നതായി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ തുലുക്കനാച്ചിയാർ എന്ന പേര് ഒരു മുസ്ലിം രാജകുമാരിയായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവരുടെ ജീവിതകഥ പ്രധാനമായും ശ്രീരംഗം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ പ്രതിഷ്ഠയായ ശ്രീ രംഗനാഥ സ്വാമിയുമായുള്ള ആത്മീയമായ ബന്ധത്തെ ചുറ്റിപ്പറ്റി രൂപപ്പെട്ടിരിക്കുന്നു. ചരിത്രവും പുരാണവുമായി കലർന്ന ഒരു ആത്മീയ കഥയാണ് ഇത്. ഇതിന്റെ വിവിധ പതിപ്പുകൾ നിലനിൽക്കുന്നു. അതിന്റെ ആഴത്തിലുള്ള സന്ദേശം ഭക്തിയുടെ അതിർത്തികൾ മതഭേദങ്ങളെ മറികടക്കുന്നു എന്നാണ്. തുലുക്കനാച്ചിയാരുടെ ജനനം, അതിന് വ്യക്തമായ രേഖകൾ ലഭ്യമല്ല. ചില പരമ്പരാഗത കഥ അനുസരിച്ച് അവൾ ഡൽഹി സുൽത്താനായ അലാവുദ്ദീൻ ഖൽജിയുടെ മകളായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. ചിലർ ഇത് ഖിൽജിയുടെ സേനാനായകനായിരുന്ന മാലിക് കാഫൂറിന്റെ ദക്ഷിണ ആക്രമണമെന്ന ചരിത്ര സംഭവവുമായി ബന്ധപ്പെടുത്തി പറയുന്നു. ഈ ആക്രമണകാലത്ത് നിരവധി ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. അവിടുത്തെ വിഗ്രഹങ്ങൾ ഡൽഹിയിലേക്ക് കൊണ്ടുപോയെന്ന് പറയപ്പെടുന്നു. അങ്ങനെ രംഗനാഥ സ്വാമിയുടെ വിഗ്രഹവും ഡൽഹിയിലേക്ക് കൊണ്ടുപോയപ്പോൾ രാജകുമാരി അത് കാണുകയും അതോടുള്ള ആകർഷണം ആത്മീയമായ ഭക്തിയിലേക്ക് വളരുകയും ചെയ്തുവെന്നാണ് കഥ. ആദ്യഘട്ടത്തിൽ ഒരു സാധാരണ കൗതുകം മാത്രമായിരുന്നു അവൾക്ക്. എന്നാൽ കാലക്രമേണ ആ വിഗ്രഹത്തോട് അവൾക്കൊരു ദൈവിക ബന്ധം രൂപപ്പെട്ടു. അവൾ ദിവസേന ആ വിഗ്രഹം കാണാൻ പോകുമായിരുന്നു, ഭക്ഷണം അർപ്പിക്കുമായിരുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ഘട്ടം അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറി. ഒരു മുസ്ലിം രാജകുമാരി ഹിന്ദു ദൈവമായ രംഗനാഥ സ്വാമിയോടുള്ള അവളുടെ ഈ അർപ്പണബോധം സാമൂഹികമായും മതപരമായും വലിയ മാറ്റത്തിന്റെ അടയാളമായിരുന്നു. ശേഷം വൈഷ്ണവ സന്യാസിയായ രാമാനുജർ വിഗ്രഹം വീണ്ടെടുക്കുവാനായി മറ്റ് ഭക്തരോട് കൂടി സുൽത്താന്റെ കൊട്ടാരത്തിലേക്ക് എത്തി. എന്നിരുന്നാലും സന്തോഷത്തോടെ സുൽത്താൻ അളകിയ മണവാളർ പെരുമാളിന്റെ ആ വിഗ്രഹം ഗുരു രാമാനുജർക്ക് തിരികെ നൽകി. വിഗ്രഹം വീണ്ടെടുത്ത അവരോടൊപ്പം രാജകുമാരി ശ്രീരംഗത്തേക്ക് പുറപ്പെടുവാൻ വാശി പിടിച്ചു. ഒടുവിൽ അവൾ ശ്രീരംഗത്തേക്ക് അവരോടൊപ്പം കാൽനടയായി തിരിച്ചു. ഇത് അവളുടെ ജീവിതത്തിലെ പാലായനം എന്നതുപോലെ തന്നെ വലിയൊരു വഴിത്തിരിവായിരുന്നു. രാജകീയ സൗകര്യങ്ങൾ, കുടുംബ ബന്ധങ്ങൾ എന്നിവയെല്ലാം ഉപേക്ഷിച്ച് ഭക്തിയുടെ വഴിയിലേക്ക് അവൾ നടന്നകന്നു. ശ്രീരംഗത്ത് എത്തിയ ശേഷം അവൾ പൂർണ്ണമായും ഭക്തിയിലാഴ്ന്ന ഒരു ജീവിതം നയിച്ചു. അവളുടെ ഭക്തിയുടെയും ആത്മാർത്ഥതയുടെയും നിർമ്മലതയും കണ്ട് ക്ഷേത്ര പുരോഹിതന്മാരും ഭക്തരും അവരെ ആദരിക്കുകയും പിന്നീട് അവരെ ദേവിയുടെ സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്തു. ഇന്നും ശ്രീരംഗ ക്ഷേത്രത്തിൽ തുലുക്കനാച്ചിയാർക്ക് പ്രത്യേക സന്നിധിയുണ്ട്. അവിടെ ദിവസേന നൈവേദ്യമായി ചപ്പാത്തിയും ദാൽ കറിയും സമർപ്പിക്കാറുണ്ട്. തുലുക്കനാച്ചിയാരുടെ ജീവിതം മതപരമായ അതിരുകൾ മറികടന്നുള്ള ഭക്തിയുടെ ശക്തിയെ പ്രതിനിധീകരിക്കുന്നു. അവരുടെ കഥയിൽ ജനനം, മാതാപിതാക്കൾ, സാമൂഹിക പശ്ചാത്തലം എന്നിവയേക്കാൾ വലുതായിരുന്നു ആത്മീയപരമായ പരിവർത്തനം. ഒരു രാജകുമാരിയായിരുന്ന അവർ ഭക്തിയുടെ ഒരു ദൈവിക സാന്നിധ്യമായിരുന്നു. ഇതൊരു വ്യക്തിയുടെ ഉള്ളിലെ ആത്മീയ യാത്രയുടെ പ്രതീകമായിരുന്നു തുലുക്കനാച്ചിയാർ.